ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2017 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സ്കെയർ ക്രൗ എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു മൂവിക്ക് പല വെർഷൻസ് ഉണ്ട്. അതിലൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ഇടുന്നതനുസരിച്ച് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു വൺ ലൈൻ പറഞ്ഞ് ഇൻട്രസ്റ്റ് കളയുന്നില്ല. നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ വലിയൊരു ചോളപ്പാടമാണ് കാണിക്കുന്നത്. അതിന് നടുവിലൂടെ ഇപ്പോൾ ഒരാൾ ഒരു നോക്ക് കുത്തി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു പക്ഷികളും മറ്റും ഈ പാടത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഒരു കുരിശിൽ കെട്ടിയ രീതിയിലാണ് ആ ഒരു കോലം അവിടേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ ആ ഒരാളായാലും ഈ ഒരു പാടത്തിന്റെ നടുവിലായിട്ട് ഒരു വലിയ കുഴിയെടുത്ത് അവിടേക്ക് ഇത് കുഴിച്ചു വെച്ച് അയാൾ അവിടെ നിന്ന് പോകുന്നതും കുറെ നേരം നമുക്ക് ആ ഒരു കോലത്തിനെ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അതിന്റെ രണ്ട് കണ്ണുകൾ അനങ്ങുന്നു. അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. വേറെ ഒന്നുമല്ല, ഈ കൊണ്ടുവച്ചിരിക്കുന്നത് ഈ പക്ഷികളെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്തു വെച്ചൊരു കോലമല്ല, അതൊരു യഥാർത്ഥ മനുഷ്യനാണ്. അതുമല്ലാതെ അതൊരു സ്ത്രീയും കൂടിയാണ്. അപ്പോൾ ജീവനോടെ ആ ഒരു പെണ്ണിനെ അവിടെ കെട്ടിയിട്ടതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോകുന്നതും കുറെ കഴിയുമ്പോൾ അവിടേക്ക് വലിയ വലിയ കാക്കകൾ പറന്നു വരികയാണ്. നമ്മുടെ നാട്ടിൽ ഈ ബലിക്കാക്ക എന്നൊക്കെ പറയലോ, അതുപോലെ അത്രയും വലിയ കാക്കകൾ പറന്ന് ഈ ഒരു പെണ്ണിന്റെ മുകളിലേക്ക് വന്നിരുന്ന് ഇപ്പൊ ജീവനോട് തന്നെ ആ ഒരു പെണ്ണിന്റെ ശരീരം മുഴുവനായിട്ടും അത് കൊത്താൻ തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് കാക്കകൾ വന്ന് ആ ഒരു പെണ്ണിനെ അവിടെ വെച്ച് തന്നെ കൊത്തി കൊല്ലുകയാണ്. അവിടെ വെച്ച് ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്തേക്ക് കാറിൽ ഒരു 4 പേര് വരുന്നുണ്ട്. അവരെന്തോ ഒരു ട്രിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. കാർ അവിടെ കൊണ്ട് നിർത്തുമ്പോൾ തന്നെ അതിൽ നിന്ന് 2 പെണ്ണുങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇതിൽ ആ ഒരു കാർ ഡ്രൈവ് ചെയ്യുന്നവന്റെ പേര് ഫാർബിസ്, അടുത്തവന്റെ പേര് എലി, അതേപോലെ തന്നെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയ ആ 2 പെണ്ണുങ്ങളുടെ പേര് ആഷ്, ഡെവൻ. അപ്പൊ ഇവരെല്ലാവരും ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പൊ ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 പെൺകുട്ടികളെയും എങ്ങനെയെങ്കിലും വളച്ചെടുക്കണം. ആ ഒരു സമയത്ത് തന്നെ എലി ഉണ്ടല്ലോ, അവനാണെങ്കിൽ അവ സ്നേഹിക്കുന്ന ആ ഒരു പെണ്ണിന് കൊടുക്കാൻ വേണ്ടി ഒരു മോതിരവും വാങ്ങി വെച്ചിട്ടുണ്ട്, അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവരുടെ കാറിന് മുകളിലേക്ക് എന്തോന്ന് വന്ന് വീഴുന്നു. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് ഇറങ്ങി മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു കാക്ക ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. അത് കൊത്തിയെടുത്തോണ്ട് വന്ന എന്തോന്നാണ്. ഇപ്പൊ ഈ ഒരു കാറിന് മുന്നിലേക്ക് വീണത് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതൊരു മനുഷ്യന്റെ വിരലായിരുന്നു. അതുമല്ല നല്ല സ്മെല്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരുപാട് ദിവസം പഴക്കമുള്ളതാണ്. ഈ ഒരു കാക്ക ഇതിപ്പോ എവിടെ നിന്നും കൊത്തിക്കൊണ്ട് വന്നതാണ്. ഓക്കെ, ഇനി എന്തായാലും ഇത് എടുത്ത് കളയണമല്ലോ, കൈകൊണ്ട് എടുത്ത് കളയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ ഒരു വൈപ്പർ ഓൺ ആക്കുന്നതും ഈ വിരല് അതിൽ സ്റ്റക്കായിട്ട് ഈ ഗ്ലാസ്സിൽ മുഴുവനായിട്ട് രക്തം പറ്റും. ആ ഒരു സമയത്ത് ഈ 2 പെണ്ണുങ്ങളും തിരിച്ചു വരികയാണ്. അപ്പോഴേക്ക് ഇവർ രണ്ടുപേരും പറയും, ഏയ് അവർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ശരിയാവത്തില്ല. ഈ ഒരു വിരൽ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ആരോ ഒരാൾ ഇവിടെ മരിച്ചിട്ടുണ്ട്. അതറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തായാലും പേടിക്കും, ഈ ഒരു ട്രിപ്പും കുളവും. അതുകൊണ്ട് അത് അറിയിക്കാതിരിക്കാൻ വേണ്ടി ഫാർബിസ് കാറിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് ഇവരെ കാണിക്കാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. എലിയാണെങ്കിൽ ഇവരുടെ മുന്നിലേക്ക് വന്ന് ഇവരെ തടഞ്ഞു നിർത്തി അവരോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. ആ ഒരു സമയത്ത് ഫാർബിസ് ആ ഒരു വിരലി എങ്ങനെയെങ്കിലും തട്ടിയും കളയും. അത് കഴിഞ്ഞ് ഒരു കാറിനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവർ പറയുന്നത്, ഓക്കെ ഇവിടെ അടുത്തായിട്ട് വെള്ളമുള്ള ഒരു സ്ഥലമുണ്ടെന്നാണ് കേട്ടത്, നമുക്ക് എന്തായാലും അവിടേക്ക് പോയി നല്ലതുപോലെ കുളിച്ച് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാം എന്നും പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും കൂട്ടി ഇവരകത്തേക്ക് പോകുന്നു. കാറാണെങ്കിലോ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഇവർ വന്ന ഈ ഒരു സ്ഥലത്ത് അധികം അങ്ങനെ ആളൊന്നും താമസമില്ലാത്തൊരു സ്ഥലമാണ്. അങ്ങനെ ഇവരായാലും ഒരുപാട് ദൂരം നടക്കുന്നു. സത്യത്തിൽ കറക്റ്റായിട്ട് ആ ഒരു വെള്ളമുള്ള സ്ഥലം എവിടെയാണെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് മാത്രം കേട്ടിട്ടുണ്ട്. അത് അന്വേഷിച്ചാണ് ഇവർ പോകുന്നത്. അപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ദൂരം ചെല്ലുമ്പോഴത്തേക്കും ഇവരുടെ കൂട്ടത്തിൽ ഡെവൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് നമ്മുടെ ഫാർബിസിനെ വഴക്ക് പറയും. അതെ, നിനക്കറിയാമെങ്കിൽ മാത്രം ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോയാൽ മതി, അറിയാത്ത സ്ഥലത്തേക്ക് എന്തിനാ കൊണ്ടുപോകുന്നേ. അപ്പോൾ ഫാർബിസ് പറയും, ഹേ ഇല്ലില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്, ബാ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചോളപ്പാടുണ്ടല്ലോ അതിനടുത്തൂടെയാണ് ഇവർ നടന്നു പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് ഒരു വലിയ ഫാം, വീട് ഇതെല്ലാം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചോളപ്പാടത്ത് നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു കോലുണ്ടല്ലോ, സ്കെയർ ക്രൗ എന്നാണ് അതിന് പറയുന്നത്, അതും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങനെ ഇവർ നടന്നു പോകുമ്പോഴത്തേക്കാണ് ആഷ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് അവളിപ്പോൾ ഒരു ചെറിയ കാക്കയുടെ കുഞ്ഞിനെ കാണുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് അവൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് അതിനെ എടുക്കാനായിട്ട് ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് അതെന്തോ ഇങ്ങനെ കൊത്തി കൊത്തി നിൽക്കാണ്. എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും അതും ഒരു മനുഷ്യന്റെ വിരലായിരുന്നു. കണ്ടിട്ട് ഇവളങ്ങ് പേടിച്ചു പോകും. അപ്പൊ ഇത്രയും നേരം ഇതിനെപ്പറ്റി ആരോടും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവന്മാര് രണ്ടുപേരും നിന്നത്. പക്ഷെ ഇപ്പൊ ഈ ഒരു കാര്യം ഇവരും കൂടി അറിഞ്ഞു. ഓക്കെ, കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഇവർ വീണ്ടും മുന്നിലേക്ക് തന്നെ പോകുന്നുണ്ട്. അതേ സമയം തന്നെ ഈ ഒരു ചോളപ്പാടത്തിനുള്ളിൽ കാണിക്കുമ്പോൾ തലയിലൂടെ ഒരു ചാക്ക് വിട്ട് ആരോ ഒരാള് അവിടെ നിന്ന് ഇങ്ങനെ ഓടുന്നു. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടുന്നതാണ്. അതുമല്ല അവന്റെ കഴുത്തിലാണെങ്കിൽ ഒരു കയറ് ഇട്ടിട്ടുണ്ട്. ഇവനാണെങ്കിലും ഒരുപാട് ദൂരം ഓടുന്നു. ഇവനാണെങ്കിലും ഞൊണ്ടി ഓടുകയാണ്. കാരണം അവന് കാലിന് നല്ല പരിക്കുണ്ട്. ഓടി ഈ ഒരു ചോളപ്പാടത്തിന്റെ നടുവിലേക്ക് വന്നിട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞ് അലറി ഇങ്ങനെ വിളിക്കുമ്പോൾ ആരും കേൾക്കാൻ പോകുന്നില്ല. കാരണം അത്രയും ഏക്കർ കണക്കിനുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ഈ ചോളപ്പാടത്തിന്റെ നടുവിലൂടെ നടന്നു പോകാനായിട്ടുള്ള വഴി വെട്ടിയിട്ടിട്ടുണ്ട്. അതിങ്ങനെ നോക്കി നിൽക്കുന്ന സമയം
ഇവന്റെ പുറകെ തന്നെ ആരോ ഒരാൾ വന്നിട്ട് ഈ തൊപ്പിയല്ലിട്ട് സ്റ്റാർട്ടിങ്ങില് ഈ ഒരു ചോളപ്പാടത്തിന് നടുവിലായിട്ടൊരു സ്കെയർ ക്രൗ അതിനെ കൊണ്ടുവച്ചല്ലോ, ആ ഒരുത്തം വന്ന് അവന്റെ കയ്യിലുള്ള വാള് വെച്ച് ഇവനെ ഒരു ഒറ്റ വെട്ട് ഇവൻ അവിടെ വെച്ച് തന്നെ മരിക്കാണ്. അതേസമയം ഇവരെ നാലുപേരെയും കാണിക്കുമ്പോൾ നാലുപേരും നടന്ന് നടന്ന് ഇപ്പൊ അവസാനം ആ ഒരു വെള്ളമുള്ള സ്ഥലം കണ്ടുപിടിച്ചു. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഫാർബിസ് അത്രയും സന്തോഷം, അവനാണെങ്കിലും ഉള്ള ഡ്രസ്സെല്ലാം വലിച്ചൂരി നേരെ ചെന്ന് വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അത് കഴിഞ്ഞ് ഇവരെ രണ്ടുപേരും വിളിക്കുമ്പോൾ അവരും ഡ്രസ്സെല്ലാം അഴിച്ചിട്ട് നേരെ വെള്ളത്തിലേക്ക് പോകണം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇവന്മാർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്നത്. വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഇവർ നേരെ കരയിലേക്ക് വന്നിരിക്കുന്ന സമയത്താണ് ആഷും ഡെവനും പറയുന്നത്, ഓക്കെ ഞങ്ങൾക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, കാറിൽ ഫുഡ് ഇരിപ്പുണ്ട്, അതുപോയി എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ ഇവർ വന്ന അത്രയും ദൂരം ഇനിയിപ്പോൾ തിരിച്ചു നടക്കണം. അങ്ങനെ അവർ രണ്ടുപേരും ഫുഡ് എടുക്കാൻ വേണ്ടി തിരിച്ചു പോകുന്ന സമയത്ത് ഇവരിവിടെ ഇരിക്കല്ലേ, അപ്പോഴേക്കും ഇവരെ ആരോ ഒരാൾ വാച്ച് ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു തോന്നൽ ഇവർക്കുണ്ട്. അതേസമയം ഫുഡ് എടുക്കാനായിട്ട് വന്ന ഈ രണ്ടുപേരുണ്ടല്ലോ, ഇവർ രണ്ടുപേരും തിരിച്ചു വരുന്ന വഴിക്ക് ഇവർക്കിപ്പോൾ വഴി കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം അങ്ങോട്ട് പോയ വഴിയല്ല ഇവർ തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരുത്തൻ പറയും ഈ വഴിയാണ്, ഒരുത്തൻ പറയും മറ്റേ വഴിയാണെന്നെല്ലാം പറഞ്ഞ അവസാനം ഏതൊക്കെയോ വഴിയിലൂടെയൊക്കെ ചാടിക്കടന്ന അവസാനം ഈ വണ്ടി കിടക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ കാറ് അവിടെ കാണാനില്ല. ഇതിപ്പോൾ ആരാണ് ചെയ്തതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഫാർബിസിനാണെങ്കിൽ അത്രയും ദേഷ്യം, കാരണം അവന്റെ കാറാണല്ലോ. എലിയോട് അവൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്, കാരണം അവൻ പറഞ്ഞിട്ടാണ് ഈ ഒരു കാറ് ഇവിടെ പാർക്ക് ചെയ്തത്. ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഇപ്പോഴും ആ ഒരു സംശയം മാറിയിട്ടില്ല, കാരണം ആരോ ഇവരെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നത് പോലെ. അപ്പോൾ രണ്ടുപേരും പേടിച്ചതിനിരിക്കുമ്പോൾ ഡെവൻ പെട്ടെന്ന് അവിടേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്, ഹേയ് അതാരാണെങ്കിലും വെളിയിലേക്ക് വന്നേ പറ്റൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നവും, കാരണം ഞങ്ങൾ രണ്ടുപേരും ധൈര്യമുള്ള പെൺകുട്ടികളാണ്, ഇവിടേക്ക് വന്നാലും ഞങ്ങളൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ആരും വരുന്നില്ല. അപ്പൊ ആരുമില്ല എന്ന് മനസ്സിലാക്കി നല്ല ധൈര്യത്തിലേ രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് അവിടെ ഒരു ചെടി അനങ്ങുന്ന ശബ്ദം കേൾക്കുന്നു. രണ്ടുപേരും ഉള്ള തുണിയും മണിയും എല്ലാം പറക്കി ഒരു ഒറ്റ ഓട്ടം ഓടുന്നു. ഇവിടെ എലിയും ഫാർബിസും രണ്ടുപേരും തിരിച്ചു നടന്നു വരുന്നു. ഇപ്പൊ കാറ് കാണാനില്ലല്ലോ. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും ഈ ഒരു കാറിനെ പറ്റി സംസാരിച്ച് നല്ല രീതിയിൽ വഴക്കാവും. നീയാണ് കാരണം, നീ പറഞ്ഞിട്ടാണ് അവിടെ ഇട്ടത് എന്നെല്ലാം പറഞ്ഞ് രണ്ടുപേരും താഴെ കിടന്ന് അടിയുണ്ടാക്കുകയാണ്. അങ്ങനെ രണ്ടും കൂടി മണ്ണിൽ കിടന്ന് മറിയുന്നതും ആഷും ഡെവനും അവിടേക്ക് വന്നിട്ടാണ് ഇതെന്താ കുട്ടികൾ കാണിക്കുന്നത് പോലെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു എന്നും പറഞ്ഞ് രണ്ടുപേരെയും സമാധാനപ്പെടുത്തി. ഓക്കെ, എന്തായാലും രണ്ടുപേർക്ക് നല്ല വിശപ്പുണ്ട്, അതിനു മുന്നേ അത് കഴിഞ്ഞിട്ട് എന്തായാലും കാറ് കണ്ടുപിടിക്കാം, അതുകൊണ്ട് ആദ്യം എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. അതിനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ അടുത്തെവിടെയെങ്കിലും എന്തെങ്കിലും വീടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് ചോദിക്കാം എന്നും പറഞ്ഞിട്ട് ഇവരിപ്പോൾ ആ ഒരു വീട് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങാണ്. അങ്ങനെ നടന്ന് അവസാനം ഈ ഒരു ചോളപ്പാടം ഉണ്ടല്ലോ അതിന് സൈഡിലേക്ക് വന്നിട്ട് നടന്നിങ്ങനെ പോകുന്ന സമയത്താണ് ഒരിടത്ത് സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരുത്തൻ ഇവിടെ ഒന്ന് രണ്ടുപേരെ കൊന്നല്ലോ, ആ ഒരുത്തൻ തൊപ്പിയിട്ട് അവിടെ ഇരുന്ന് നിൽക്കുന്നു. അവനെ കാണുന്നതും ഓ ഭാഗ്യം ആളുണ്ടെന്നും പറഞ്ഞ് ഇവർ പെട്ടെന്ന് കൈ കാണിച്ച് വിളിക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഇവരെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് നടന്ന് ഉള്ളിലേക്ക് അങ്ങ് പോവും. ഓക്കെ, എന്തായാലും അയാളുടെ പുറകെ പോയാൽ മതിയെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കമ്പി വേലി കഴിഞ്ഞു വേണം പോകാനായിട്ട്. അപ്പോൾ ഫാർബിസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കമ്പിയെല്ലാം പിടിച്ച് മാറ്റി ഇവർ മൂന്നുപേരും പതിയെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഇവർ കയറി കഴിഞ്ഞിട്ട് ഫാർബിസിന് ഉള്ളിലേക്ക് കയറണമല്ലോ, പക്ഷെ അവരാണെങ്കിൽ ആ ഒരു കമ്പി നല്ലതുപോലെ പിടിച്ചു വയ്ക്കത്തില്ല. അതുകൊണ്ട് തന്നെ കയറുന്ന വഴിക്ക് അവന്റെ കാലെല്ലാം കൂടി അതിൽ കുരുങ്ങിയിട്ട് നല്ലതുപോലെ മുറിയും. വേദന കാരണം അവൻ താഴെ കിടക്കുമ്പോൾ ഇവർ അവനെ പിടിച്ചിട്ട് വീണ്ടും നടന്നിങ്ങനെ പോവാണ്. അങ്ങനെ ഇവരായാലും ഈ ഒരു ചോളപ്പാടത്തിലൂടെ നടന്ന് അവസാനം ഇതിന്റെ സെന്റർ ഭാഗത്തെത്തും. അവിടെയാണെങ്കിൽ ഈ ഒരു നടന്നു പോകാനായിട്ടുള്ള വഴി വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിനടുത്തായിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അതുമല്ല, ഈ ഒരു ഭാഗത്താണ് ആദ്യം ഒരു സ്ത്രീയെ ജീവനോടെ ആ ഒരു കമ്പിൽ കെട്ടി വെച്ചിരുന്നല്ലോ, അതിന്റെ മൂട്ടിലാണ് ഇവർ വന്നിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഡെവനും എലിയും പറയും, ശരി നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയിട്ട് ആരെയും കണ്ടുപിടിക്കാൻ കഴിയുമല്ലെന്ന് നോക്കാം, എല്ലാവരും നടന്നിങ്ങനെ പോകണ്ട. അങ്ങനെ ഇവരെ രണ്ടുപേരും അവിടെ നിർത്തി അവർ രണ്ടുപേരും ഈ പാടത്തിന് നടുവിലൂടെ കുറേ ദൂരം മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് നേരത്തെ കണ്ട ആ ഒരു വലിയ ഫാമും അതിനടുത്തായിട്ടുള്ള ഒരു വീടും കാണുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ എലി പെട്ടെന്ന് കൈ കാണിച്ചിട്ട് ഹേയ് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നല്ല ഇങ്ങനെ വിളിച്ചു നോക്കുന്നു. അപ്പോഴേക്കും ഡെവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അവനെ തടഞ്ഞിട്ട് ഇപ്പൊ അവനോട് പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അപ്പോൾ എലി പറയും സോറി, ഞാൻ നിന്നെയല്ല സ്നേഹിക്കുന്നത്, എനിക്ക് ആഷിനെയാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ ഡെവൻ ആണെങ്കിൽ അതൊരിക്കലും സമ്മതിക്കുന്നില്ല. അവനെ തടഞ്ഞു നിർത്തി അവനോട് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ഇതൊന്നും അറിയാതെ പാവം ഫാർബിസും ആഷും ഇവര് രണ്ടുപേരും ഇവിടെ ഇരിക്കുകയല്ലേ. ഫാർബിസിനാണെങ്കിൽ നല്ല വേദനയിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കാണ് ഫാർബിസ് പറയുന്നത് ഓക്കെ ആഷ്, നീ എന്റെ ബാഗ് എടുക്കുക, അതിലൊരു കാര്യമാണെന്ന് പറയുമ്പോൾ അവളാണെങ്കിലും ബാഗ് തുറന്ന് നോക്കുന്നതും അതിനകത്ത് കഞ്ചാവ്. അത് കാണുമ്പോഴത്തേക്കും ഇത് കത്തിച്ച് വലിക്കാണ് രണ്ടുപേരും. അതേസമയം ഇവിടെ എലി അവിടെ നിൽക്കുന്നു, ഫാർബിസ് ആണെങ്കിലും താഴെ ഇരിപ്പുണ്ട്. ആ ഒരു സമയത്താണ് ഇവരുടെ പുറകെ ആ ഒരു വിസിലടിച്ച് ഓടി വരുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ എലിയാണെങ്കിലും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും ആ ഒരു തൊപ്പിയിട്ട മനുഷ്യനുണ്ടല്ലോ അവൻ ഓടി വന്ന് ഇവനൊരു ഒറ്റയിടി. ഇത് കാണുന്ന ഡെവൻ ആണെങ്കിലും പെട്ടെന്ന് പേടിച്ച് ഒരു ഒറ്റ ഓട്ടം. പക്ഷെ അതിനു മുന്നേ തന്നെ അവന്റെ കയ്യിലുള്ളൊരു വാളുണ്ട്, അതിങ്ങനെ വെച്ച് അവളുടെ കാല് പിടിച്ച് താഴേക്കൊരു ഒറ്റ വലി. താഴെ വീണ് അവളുടെയും ബോധം പോയി. അപ്പോൾ രണ്ടുപേരും ബോധമില്ലാതെ കിടക്കാണ്.
എന്നിട്ട് അതിൽ ഡെവനെ മാത്രം വലിച്ചെടുത്തോണ്ട് ഇങ്ങനെ പോവാണ്. അതേസമയം ഇവിടെ ആഷും ഫാർബിസും ഇവര് രണ്ടുപേരും ഇതെല്ലാം വലിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഫാർബിസ് പറയുന്നത്, ആഷ് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം, നീ എന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിലും അവനെ പിടിച്ച് ഈ ഒരു ചോളപ്പാടത്തിന് അകത്തൂടെ ഇങ്ങനെ കൊണ്ടുപോവാണ്. അതേസമയം ഇവിടെ ആ ഒരു സൈക്കോയെ കാണിക്കുമ്പോൾ അവനിപ്പോ ഡെവനെ പൊക്കിയെടുത്തൊരു റൂമിനകത്തേക്ക് കൊണ്ടുവരും. അവിടേക്ക് കൊണ്ടുവന്നാൽ അവളെ താഴെയിട്ട് അവളുടെ തലമുടിയിൽ പിടിച്ച് അവളെ വലിച്ചെടുത്തോണ്ട് പോകും. ആ ഒരു സമയത്താണ് അവിടെ ഒരു ചെയറുള്ളത്, ഒരു പ്രത്യേകതരം ചെയർ. അതുപോലെ അതിന്റെ ഒരു വശത്തായിട്ട് നേരത്തെ ഒരുത്തൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചല്ലോ, അവനെ കൊന്നുവെച്ചിട്ടുണ്ട്. എന്നിട്ട് ഡെവനെ കൊണ്ടുവന്ന് ആ ഒരു ചെയറിലേക്ക് ഇരുത്തി അവളുടെ 2 കൈയും അതേപോലെ തന്നെ കാലെല്ലാം കെട്ടിവെക്കുന്നു. ആ ഒരു സമയത്താണെങ്കിലും അവള് പെട്ടെന്ന് ബോധം വന്ന് കണ്ണുറന്ന് ഇവനെ കാണുന്നതും ശബ്ദം ഉണ്ടാക്കി അലറി വിളിക്കാൻ തുടങ്ങും. ഇവനാണെങ്കിലും പെട്ടെന്ന് മിണ്ടരുതെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അവൾ മിണ്ടാതിരിക്കുമ്പോൾ അവളുടെ കഴുത്തിലൂടെ ഒരു ബെൽറ്റ് വെച്ച് തല അനങ്ങാത്ത രീതിയിൽ ടൈറ്റ് ചെയ്തിങ്ങനെ വെക്കും. അപ്പോൾ ഡെവനായാലും അവളെ പുറത്തു വിടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇവൻ അതൊന്നും കാര്യമാക്കാതെ ഈ ഒരു ഷെഡിന് മുകളിലായിട്ട് ആരെയും ഒരാളെ കൊന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറെ നേരം ഇങ്ങനെ നോക്കിയിട്ട് ഇവ മിണ്ടാതെ വെളിയിലേക്ക് ഇറങ്ങിപ്പോകും. ഇപ്പൊ വെളിയിലേക്ക് പോയ ആ ഒരു സൈക്കോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നേരെ ചെന്നിട്ട് ഈ ഒരു ചാക്ക് കെട്ടുന്ന നൂലുണ്ടല്ലോ, ആ ഒരു നൂലും അതിന്റെ സൂചിയെ എടുത്ത് നേരെ അകത്തേക്ക് വരുമ്പോൾ ഡെവൻ വീണ്ടും വേണ്ട വേണ്ട പ്ലീസ് എന്നെ വെറുതെ വിടുന്നതെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ നേരെ വന്നിട്ട് അവളുടെ വായുണ്ടല്ലോ 2 ചുണ്ടും കൂടി തുന്നി കെട്ടി അങ്ങ് വയ്ക്കും. അവൾക്കിപ്പോ മിണ്ടാൻ പോലും കഴിയുന്നില്ല. അപ്പൊ അവൾ വീണ്ടും വിളമ്പയ്ക്കല്ല ഈ ഒരു മിണ്ടാൻ കഴിയാത്ത വായും വെച്ചിട്ട് വീണ്ടും ശബ്ദം ഉണ്ടാകാൻ ശ്രമിക്കുന്നതും ഇത് കണ്ട സൈക്കോ അവളുടെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി, അവളുടെ ബോധം പോയി. എന്നിട്ട് അവിടെ കൊന്നിട്ടേക്കുന്നല്ലോ, അവനെ എടുത്ത് അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. അതേസമയം ഇവിടെ ആഷിനെ കാണിക്കുമ്പോൾ ഫാർബിസിന്റെ അടുത്ത് കുറെ നേരം നിന്നിട്ട് അവള് പെട്ടെന്ന് തിരിഞ്ഞ് ആ ഒരു കോലത്തിലേക്ക് നോക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവൾക്കത് കണ്ടിട്ട് ഏതോ ഒരു മനുഷ്യനെ കെട്ടിയിട്ടേക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഇവളായാലും അതെന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്നിട്ട് ഈ ഒരു ചാക്കുണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കാണ്. ആ ഒരു സമയത്താണ് അവൾ കാണുന്നത് ഒരു മനുഷ്യന്റെ കൈയും അതിൽ 2 വിരലുകളില്ല. ഇത് കാണുന്നതും ഇവൾ എന്തായാലും ആ ഒരു മുഖം എന്താണെന്ന് അറിയാൻ വേണ്ടി പതിയെ ആ ഒരു ചാക്ക് മാറ്റുന്നതും തല ചെറുതായിട്ട് താഴേക്ക് വീഴുമ്പോൾ ഇവള് പേടിച്ചിട്ട് അവളൊന്നും ചെയ്യത്തില്ല. ഇവിടെ നമ്മുടെ ഫാർബിസിനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ എവിടെ ഇരിക്കുന്ന സമയത്ത് അവനും ഇതുപോലെ ആ ഒരു സൈക്കോ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആഷിനും കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്താണെന്ന് അറിയുന്നില്ലല്ലോ. കാണിക്കുമ്പോഴത്തേക്കും ആഷിന്റെ പുറകെയായിട്ട് ആരോ ഒരാൾ നിൽക്കുന്നത് പോലെ. ഇനി ആ ഒരു സൈക്കോ ആണോ ഇനി വേറെ ആരെങ്കിലും ആണോ അറിയത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ ഡെവനെ കാണിക്കുമ്പോൾ അവൾക്ക് വീണ്ടും ബോധം വന്നു. അങ്ങനെ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഹെരി എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ അവനെ പൊക്കിയെടുത്ത് ഈ ഒരു സൈക്കോ അകത്തേക്ക് വന്ന് അവനെ ഒരു ചെയറിലേക്ക് കൊണ്ടിരുത്തും. ഈ ഒരു സമയം കൊണ്ട് ഡെവനാണെങ്കിലും രക്ഷപ്പെടാനായിട്ടുള്ള പല വഴികളും നോക്കുന്നുണ്ട്. ശബ്ദം ഉണ്ടാക്കി വിളിക്കാൻ മാത്രം കഴിയത്തില്ല, കാരണം വായ തുന്നിക്കെട്ടി വെച്ചേക്കാണ്. അപ്പോഴേക്കും ആ ഒരു സൈക്കോ ഏതോ ഒരു കുപ്പിയിൽ നിന്ന് എന്തോ ഒരു മരുന്ന് ഒരു സിറിഞ്ചിലേക്ക് വലിച്ചെടുത്ത് അത് നേരെ കൊണ്ടുവന്നിട്ട് എലിയുടെ കഴുത്തിലേക്ക് കുത്താനായിട്ട് വരുന്നതും ഇത് കണ്ട ഡെവനാണെങ്കിലോ ഒരു വിധത്തിൽ ആ ഒരു വായ വലിച്ചു തുറന്നിട്ട് എലി എഴുന്നേക്ക് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നതും ഇത് കേട്ട സൈക്കോ നേരെ തിരിച്ചു വന്ന് ആ ഒരു സിറിഞ്ച് എടുത്ത് അവളുടെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കൊത്ത്. വല്ല കാര്യം ഉണ്ടായിരുന്നു, മിണ്ടാതിരുന്നെങ്കിൽ അവനെ മാത്രമേ എന്തെങ്കിലും ചെയ്യത്തുള്ളായിരുന്നു. ഇപ്പൊ പണി ചോദിച്ചു വാങ്ങിയണക്കായി. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഡെവന്റെ ബോധം പോയിട്ടില്ല. അവൾക്ക് അനങ്ങാൻ കഴിയാത്തൊരവസ്ഥ. കണ്ണ് മാത്രം അനക്കാൻ കഴിയും, ശരീരം ചലിപ്പിക്കാൻ പോലും കഴിയത്തില്ല. അപ്പോഴേക്കും ആ ഒരു സൈക്കോ എന്താ ചെയ്യുന്ന വെച്ചാല് അടുത്തൊരു ചാക്കുണ്ട്, ഈ മുഖംമൂടി പോലെ നിർമ്മിച്ച വെച്ച ചാക്ക്. അതെടുത്തുകൊണ്ട് വന്ന് ഡെവന്റെ മുഖത്തേക്ക് ഇട്ടിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകും. അപ്പോൾ എന്തായാലും അടുത്തത് ഇവളെയാണ് ആ ഒരു സ്കെയർ ക്രൗ ആയിട്ട് ഈ ചോളപ്പടത്തിന്റെ നടുവിലായിട്ട് കൊണ്ടുവയ്ക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇതുപോലെ മനുഷ്യരെ നരകിപ്പിച്ച് കൊല്ലുന്നൊരു സൈക്കോ ആണിത്. അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ ആശ നോക്കുന്ന സമയത്ത് അകത്തേക്ക് പോയ ഫാർബിസ് ഉണ്ടല്ലോ, അവൻ ഇതുവരെയും തിരിച്ചു വന്നില്ല. അവളാണെങ്കിലും എല്ലായിടത്തും തിരിഞ്ഞിട്ട് അവനെ വിളിച്ചു നോക്കുന്നുണ്ട്. കുറെ നേരമായിട്ട് പോയ 2 പേരുണ്ടല്ലോ, എലിയും ഡെമനും, അവരും ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ അവൾ പേടിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ പുറകിലൂടെ ഒരു കൈ വന്ന് അവളെ അങ്ങ് പിടിക്കും. എന്നിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവൾ അലറി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് അവൻ പെട്ടെന്ന് അവിടെ നിർത്തിയിട്ട് ഹേയ് മിണ്ടരുത്, ഒരു കാരണവശാലും മിണ്ടരുത്, കാരണം നിന്റെ കൂടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെല്ലാവരും മരിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. എന്നിട്ട് അവൻ പറയും നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വരാൻ പറയുമ്പോൾ ആശിന് ഇപ്പൊ വേറെ വഴിയില്ലാതുകൊണ്ട് അവനോടൊപ്പം പോവാണ്. അങ്ങനെ ഇവര് 2 പേരും നടന്ന് നേരെ ഒരു ഷെഡിന് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഇവരുടെ കാർ അവിടെ കിടക്കുന്ന ആശ കാണും. അപ്പോഴേക്കും ആശ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീയാണോ ഞങ്ങളുടെ കാർ മോഷിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നത്? അതെ ഞാൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ അവൻ പറയും എന്നെ വിശ്വസിക്കാല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞിട്ട് അവളെയും വിളിച്ച് വീണ്ടും ഈ ഒരു ഷെഡിനകത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ഇപ്പോ അവൻ ആശിനോട് പറയുന്നത് സത്യത്തിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്റെ പിതാവാണ്. അതുമല്ല അവൻ ഇതെല്ലാം ചെയ്യാൻ കാരണം ആ ഒരു കാക്കകൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയേ പറ്റൂ എന്നെല്ലാം അവളോട് ഇങ്ങനെ പറയുമ്പോൾ ആശിനൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ആ ഒരു സമയത്ത് ഈ ഒരു സൈക്കോ ഉണ്ടല്ലോ അവൻ ഇതിനകത്തേക്ക് കയറി വരുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് അവൻ പറയും ഓക്കെ നീ ആ ഒരു വശത്തേക്ക് പോയി ഒളിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ആശിനെ ഒരിടത്തേക്ക് ഒളിപ്പിച്ചിരുത്തി. ഇപ്പോ ആ ഒരു സൈക്കോ വേറെ ആരുമല്ല ഇവന്റെ അച്ഛനാണ്.
എന്നിട്ട് ഇവന്റെ മുന്നിലേക്ക് വന്നിട്ട് അവനെ ഇപ്പോൾ എവിടേക്കോ പറഞ്ഞു വിടുന്നു. അപ്പൊ അവനായാലും വെളിയിൽ പോയി തിരിച്ചു വരുമ്പോ ഫാർബിസ് ഉണ്ടല്ലോ, അവനെയാണിപ്പോ വലിച്ചെടുത്ത് അകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആഷ് ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഫാർബിസിനെയും ആ ഒരു ചെയറിലേക്ക് കൊണ്ടിരുത്തിയിട്ട് അവന്റെ വായി തുന്നി കെട്ടാൻ പോവാണ്. അതുമല്ല ആ ഒരു സൈക്കോ ഇപ്പോ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എലി എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവനിപ്പോ ആ ഒരു കുരിശുമരം അതിനകത്ത് കെട്ടാൻ പോകുന്നു. അപ്പോഴേക്കും സൈക്കോയുടെ മകൻ പറയുന്നുണ്ട്, ഞാനിപ്പോ നല്ല ടയർഡാണ്, ഈ ഒരു കാര്യം ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അയാളായാലും അതൊന്നും വലിയ കാര്യമാക്കാതെ നേരെ നമ്മുടെ ആഷിനടുത്തേക്ക് നടന്നു വരും. അവൾ വിചാരിക്കും അവളെ കണ്ടുപിടിച്ചെന്ന്. പക്ഷെ അല്ല, അടുത്ത് കിടക്കുന്ന നല്ല വലിയൊരു ആണി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ എലി എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവൻ ആ ഒരു കുരിശു മരത്തില് അടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവന്റെ കയ്യിലേക്ക് വെച്ച് ആണി അടിച്ചിറക്കും. അത് കഴിഞ്ഞ് അവന്റെ 2 കാലിലും അടിച്ചിങ്ങനെ ഇറക്കുമ്പോഴത്തേക്കാണ് അവനാണെങ്കിൽ വേദന കൊണ്ട് കരയാനും കഴിയത്തില്ല, വായും തുന്നി കെട്ടി വെച്ചേക്കുന്നു. ഈ സൈക്കോയുടെ മകനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടമല്ല. തന്റെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടും അവൻ പറയുന്നതെല്ലാം അതുപോലെ കേൾക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആണി അടിക്കാനായിട്ട് വരുമ്പോ ആഷ് പെട്ടെന്ന് എഴുന്നിട്ട് നിർത്തുന്നു പറഞ്ഞ്, നീ ഇപ്പൊ തന്നെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, ഇനി അത് നിർത്തിക്കൂടെ എന്നെല്ലാം പറഞ്ഞ് അവന്റെ അടുത്തേക്ക് പതിയെ പതിയെ നടന്നു വന്ന് പെട്ടെന്നൊരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് അവനെ കുത്താനായിട്ട് വരുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് തന്നെ അതങ്ങ് കയറി പിടിക്കും. തേക്കിന്റെ അത്രയും വലിപ്പമുണ്ട്. ഇവനോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് ആഷിനെ കൊണ്ട് കഴിയുമെന്നാണ്. അപ്പൊ ആശായാലും ആ ഒരു സൈക്കോയുടെ മകനെ നോക്കിയിട്ട് എന്നെ രക്ഷിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവനൊന്നും ചെയ്യാതെ തല കൊനിച്ചിങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും ഒരു സൈക്കോ ആഷിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി, അവളുടെ ബോധം പോയി അവൾ നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും എലി എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവനെ ആ ഒരു കുരിശു മരത്തിൽ അടിച്ചു ചേർത്ത് നേരെ ഈ ഒരു ചൂളപ്പാടത്തിന് നടുവിലായിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കും. അവൻ ഇപ്പോഴും ജീവനുണ്ട്. അതേസമയം ഇവിടെ ആഷിനെ കാണിക്കുമ്പോൾ അവളുടെ മുഖത്തും ആ ഒരു മാസ്ക് എടുത്തിട്ടേക്കാണ്. അപ്പോഴേക്കും ആരോ ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അതെടുത്ത് മാറ്റുമ്പോൾ ആ ഒരു സൈക്കോയുടെ മകൻ അവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അപ്പൊ അവള് വിചാരിക്കും അവളെ കൊല്ലാനാണെന്ന് വിചാരിക്കുമ്പോൾ അവൻ നേരെ പുറകിലേക്ക് പോയിട്ട് അവളുടെ ആ ഒരു കെട്ടുകളെല്ലാം മുറിച്ചങ്ങ് കളയും. അങ്ങനെ ഓരോന്നായിട്ട് മുറിച്ചു കളഞ്ഞ് അവളോട് പറയാണ്, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിക്കോ, പിന്നെ ഒരു കാര്യം, ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരരുത്. അങ്ങനെ ഇവര് രണ്ടുപേരും വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ആ ഒരു സൈക്കോ ഇപ്പൊ അകത്തേക്ക് കയറി വരുന്നു. അപ്പോഴേക്കാണ് ആ ഒരു സൈക്കോയുടെ മകൻ പറയുന്നത്, നീ എല്ലാം നിർത്ത്, എല്ലാം അവസാനിച്ചു, നീ ഇപ്പൊ തന്നെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അതുമല്ല അവൾ അങ്ങനെ മരിച്ചെന്നും വിചാരിച്ചിട്ട് നീ എല്ലാവരെ കൊല്ലാൻ നിന്ന് കഴിഞ്ഞാലേ അതൊരു ആക്സിഡന്റ് മാത്രമായിരുന്നു. അപ്പൊ വേറെ ഒന്നുമല്ല, ഈ ഒരു സൈക്കോയുടെ ഭാര്യയോ വേണ്ടപ്പെട്ട ആരോ ഒരാള് മരണപ്പെട്ടു. അവരുടെ ശരീരം ഈ ഒരു കാക്കകൾ കൊത്തി തിന്നാനും തുടങ്ങി. ആ ഒരു ശരീരമാണ് ഈ ഒരു ഷെഡിന്റെ മുകളിലായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ അത്. അപ്പൊ അതിനുശേഷം ഈ ഒരു സൈക്കോയ്ക്ക് ഇതുപോലെ ഭ്രാന്ത് പിടിച്ചിട്ടാണ് അവൻ ഇതുപോലെ ഒരുപാട് പേരെ കൊന്നിട്ട് ആ ഒരു കാക്കകൾക്ക് കൊണ്ടുവെക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒരുപാട് പേരെ കൊന്നു, നിർത്ത് എന്നും പറഞ്ഞിട്ട് ആ ഒരു കത്തി കൊണ്ട് നേരെ സൈക്കോയുടെ നേർക്ക് തന്നെ നീട്ടാണ്. എന്നിട്ട് ആഷിനോട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാനും പറയും. അവൾ ഇതെല്ലാം നോക്കി നിൽക്കുന്ന സമയത്ത് സൈക്കോയുടെ മകൻ എന്താ ചെയ്യുന്ന വെച്ചാൽ പതിയെ ആ ഒരു ശരീരം ഉണ്ടല്ലോ കെട്ടിവെച്ചേക്കുന്ന അതിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവന് എന്തോ വിഷമം പോലെ അവന്റെ മനസ്സ് പെട്ടെന്ന് മാറുന്നു. വേറെ ഒന്നുമല്ല, ഇത് അവന്റെ അമ്മയാണ്, ഈ സൈക്കോയുടെ ഭാര്യ. എന്നിട്ട് ഇപ്പോ ആ ഒരു കത്തിയെടുത്ത് വീണ്ടും ആ ഒരു സൈക്കോയുടെ മുന്നിലേക്ക് നീട്ടിയിട്ട് ആഷിനോട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ പറയുമ്പോൾ ഇവരുടെ ഇടയിലൂടെ വേണം അവൾക്ക് പോകാനായിട്ട്. അവളായാലും പതിയെ പതിയെ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു സൈക്കോ അവളെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവൾ വെളിയിലേക്ക് പോയതിനു ശേഷമാണ് ഇവൻ പറയുന്നത്, സോറി ഫാദർ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, നമുക്കിതെല്ലാം നിർത്താം. പക്ഷെ അവിടെയാണ് ഒരു കാര്യം, ഈ ഒരു സൈക്കോ തന്റെ സ്വന്തം മകനാണെന്ന് പോലും നോക്കാതെ അവനെ ആ ഒരു കത്തി കൊണ്ട് കുത്തിയങ്ങ് കൊല്ലുകയാണ്. അതേസമയം വെളിയിൽ നമ്മുടെ ആശാണെങ്കിലോ ഇപ്പൊ ഈ ഒരു ചോളപ്പാടത്തിന് നടുവിലൂടെ ഓടാൻ തുടങ്ങും, ഇതിന്റെ മറുവശത്ത് എത്താൻ വേണ്ടി. അവളുടെ കയ്യിലാണെങ്കിൽ ആ ഒരു ടോർച്ച് ഉരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം ഓടി ഓടി അവസാനം ഈ ഒരു വഴിയുണ്ടല്ലോ അവിടേക്ക് എത്തും. അവിടെ എത്തുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കോല ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നു. അത് മനുഷ്യനാണോ എന്താണെന്ന് അറിയത്തില്ല. ആശാണെങ്കിലും പതിയെ അതിന് മുന്നിലേക്ക് ചെന്നിട്ട്, ഹലോ, നിനക്ക് ജീവനുണ്ടോ, എലിയാണോ നീ എന്നെല്ലാം ചോദിച്ച് പതിയെ ചെന്നിട്ട് ആ ഒരു മാസ്ക് എടുത്ത് ഇങ്ങനെ മാറ്റുന്നതും അത് ഡെവനായിരുന്നു. അവൾ ഇതിനു മുന്നേ തന്നെ മരിച്ചുപോയി. പക്ഷെ ആശനാണെങ്കിൽ ഈ ഒരു കാര്യം അറിയത്തില്ല അവൾ മരിച്ചോ ഇല്ലേന്ന്. അവൾ ഇപ്പോൾ അവളെ അടിക്കാൻ വേണ്ടി ഈ ഒരു ആണിയെല്ലാം ഇങ്ങനെ വലിച്ചൂരിയിട്ട് അവളുടെ കയ്യിൽ ഒരു ആണി കിട്ടും. അങ്ങനെ ആ ഒരു ആണിയും കയ്യിൽ വെച്ച് അവൾ വീണ്ടും നടക്കാൻ തുടങ്ങും. ഒരുപാട് ദൂരം വീണ്ടും നടന്ന് ചെല്ലുമ്പോൾ അടുത്തൊരു വഴി കാണുന്നു. അവിടെയും ഇതുപോലൊരു കോല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവന്റെ മുന്നിലേക്ക് പതിയെ നടന്നു നിന്നിട്ട്, ഹേയ് എലി, ഇത് നീയാണോ, നിനക്ക് ജീവനുണ്ടോ എന്നെല്ലാം ചോദിച്ച് അവള് പതിയെ മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും വാടി ചക്കരയെന്നും പറഞ്ഞ് നമ്മുടെ സൈക്കോ ആയിരുന്നു അത് ചാടി അവളുടെ മുന്നിലേക്ക് അങ്ങ് വീഴാണ്. ആശാണെങ്കിലും പേടിച്ച് ടോർച്ച് കൊണ്ട് ഇതിനകത്തൂടെ ഇങ്ങനെ ഓടും. പക്ഷെ ഈ ഒരു സൈക്കോ പതിയാണ് വരുന്നത്, കാരണം ഇതിനകത്തുള്ള എല്ലാ വഴിയും അവനറിയാം. അതുമല്ല ആശ ഇങ്ങനെ പേടിച്ചോടുമ്പോൾ അവന് നല്ല ഉയരമുള്ളത് കൊണ്ട് അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയും. അങ്ങനെ ഓടി ഓടി ആശാണെങ്കിലോ ഒരിടത്തേക്ക് വന്ന് വീഴുന്നതും ഈ ഒരു സൈക്കോ പുറകിലൂടെ വന്നിട്ട് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. ആശന്റെ കയ്യിൽ നേരത്തെ വലിച്ചൂരിയ ആ ഒരു ആണി ഉണ്ടായിരുന്നു. അത് വെച്ച് അവന്റെ വായിലേക്ക് ഒരു ഒറ്റ കുത്ത്, എന്നിട്ട് അത് താഴേക്ക് ഇങ്ങനെ വലിച്ചങ്ങ് നീക്കും. അപ്പൊ ഈ ഒരു വേദന കാരണം സൈക്കോ കരയുമ്പോൾ അവനെ ചവിട്ടി താഴേക്കിട്ടിട്ട് എഴുന്നേറ്റ് വന്ന് അവന്റെ ദേഹത്തെല്ലാം ഇങ്ങനെ ചവിട്ടാണ്, ഈ നെല്ല് മെതിക്കുന്നത് പോലെ. ഒരു കാര്യവുമില്ല. എന്നിട്ട് അവന് വേദനിച്ചതെന്നും പറഞ്ഞിട്ട് അവള് വീണ്ടും
ആ ഒരു വഴിയെ തന്നെ ഓടാൻ തുടങ്ങും. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഓടി കുറേ ദൂരം വന്നിട്ട് ആ ഒരു ചോളത്തിന്റെ ഇടയിലായിട്ട് ഒളിച്ചേനിരിക്കും. അപ്പോഴേക്കാണ് ആ ഒരു കരയുന്ന ഒരു ശബ്ദം. ആ ഒരു ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ആശു പതിയെ എഴുന്നേറ്റ് നടന്ന് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു കോലമുണ്ട്. അപ്പൊ അവിടെ നിന്നാണ്, ഓക്കെ നിങ്ങൾക്ക് ജീവനുണ്ടോ എലി, അത് നീയാണോ എന്നെല്ലാം ചോദിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി തലേക്ക് ഇട്ട് അനക്കാണ്. അപ്പൊ ഇവളായാലും പതി അടുത്തേക്ക് ചെന്ന് മാസ്ക് മാറ്റുമ്പോഴത്തേക്കും അത് ഫാർബിസ് ആയിരുന്നു. അപ്പൊ അവനായാലും രക്ഷപ്പെടുത്ത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അവൾ ആ ഒരു ആണി വലിച്ചൂരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വലിച്ചൂരാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവൾ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ഒരു ഷവലുണ്ടല്ലോ അതെടുത്തിട്ട് അവന്റെ കയ്യിലേക്ക് ഇങ്ങനെ കുത്തി ഈ ഒരു ആണി ഇങ്ങനെ ഊരാണ്ട് ശ്രമിക്കും. രക്തം ഒരുപാട് പോകുന്നുണ്ട്. ഈ ഒരു സീനെല്ലാം കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് അവനിപ്പോ പെട്ടെന്ന് കണ്ണെല്ലാം വെച്ചിട്ട് പുറയിലേക്ക് നോക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു സൈക്കോ ഇപ്പൊ ഇവിടേക്ക് വന്ന് ആഷിനെ വലിച്ചെടുത്ത് താഴേക്കിട്ട് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ഒരു സമയം നമ്മുടെ ഫാർബിസ് ആണെങ്കിലോ അവന്റെ വായിൽ ആ ഒരു നൂലുണ്ടല്ലോ അതെല്ലാം വലിച്ചിങ്ങനെ തുറന്ന് ഇപ്പൊ ഈ ഒരു സൈക്കോയെ തെറി പറയാൻ തുടങ്ങും. ഇത് കേൾക്കുമ്പോൾ സൈക്കോ പതി എഴുന്നേറ്റി അവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ ഒരു ഷവലെടുത്ത് തിരിഞ്ഞു നിന്ന് ഫാർബിസിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ കുത്ത്. അവന്റെ ബോധം പോയതാണോ ഇനി മരിച്ചതാണോ എന്നറിയത്തില്ല. അവൻ അനങ്ങാതെ ഇങ്ങനെ കിടക്കാണ്. എന്നിട്ട് സൈക്കോ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ആഷിനെ വീണ്ടും കാണാനില്ല. കാരണം അവൾ വീണ്ടും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അവൾ വീണ്ടും ഒരുപാട് ദൂരം ഓടി അവസാനം വീണ്ടും ഈ ഒരു വഴിയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് നോക്കുമ്പോൾ അവിടെ നിന്നും 4 വശത്തേക്ക് വഴി ഇങ്ങനെ കിടപ്പുണ്ട്. ഇപ്പൊ എങ്ങോട്ട് പോകണമെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു സൈക്കോ വീണ്ടും പുറകിലൂടെ വന്നിട്ട് മൊട്ടത്തലയൻ അവനിങ്ങനെ വന്ന് നിൽക്കാണ്. അപ്പൊ ആഷ് പിന്നെയും അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. സൈക്കോ പുറകെ തന്നെയുണ്ട്. ഈ ചോളത്തിന്റെ അത്രയും ഉയരമുണ്ട്. അങ്ങനെ ആശായാലും ഓടി അവസാനം ഈ ഒരു ചോളപ്പാടത്തിന്റെ വെളിയിലെത്തി. ആ ഒരു സന്തോഷത്തിൽ വെളിയിലേക്ക് വരുമ്പോൾ അവളുടെ കാല് തെറ്റിയിട്ട് നേരെ താഴേക്ക് വന്ന് വീഴും. തല വന്ന് ഒരു കല്ലിലേക്ക് ഒരു ഒറ്റയിടി. കുറച്ചു കഴിഞ്ഞിട്ട് അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവളുടെ മുന്നിൽ ചോളമില്ല. അവൾ വെളിയിലെത്തി എന്ന് അവൾക്ക് മനസ്സിലായി. അതുമല്ല അതൊരു റോഡായിരുന്നു. കുറച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കാർ കിടപ്പുണ്ട്. ആ ഒരു കാറിനകത്ത് ഒരാളും ഇരിപ്പുണ്ട്. വിളിക്കാന്നും പറഞ്ഞ് അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും വീണ വീഴ്ചയിൽ അവളുടെ കാല് മുറിഞ്ഞതുകൊണ്ട് പറ്റുന്നില്ല. അവൾ ഇഴഞ്ഞിങ്ങനെ പോവാണ്. എന്നിട്ട് എന്നെ രക്ഷിക്കുകയെന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആ കാറിനകത്തിരിക്കുന്ന മണ്ടനാണെങ്കിലോ പാട്ടെല്ലാം നല്ലതുപോലെ വെച്ച് ഡോറെല്ലാം അടച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൾ വിളിക്കുന്നതും കേൾക്കുന്നില്ല. ഇവൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയെങ്കിൽ അവളെ ഇപ്പൊ കണ്ടേനെ. സത്യത്തിൽ ഇതിനകത്ത് എന്തോ ഒരു ഡിങ്കോൾഫി അടക്കമായിരുന്നു. കാരണം ഒരു പെണ്ണ് പെട്ടെന്ന് എഴുന്നേറ്റ്, അല്ല വെളിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ, അവൻ പറയില്ല കേൾക്കാൻ കഴിയുന്നില്ല. ഓക്കെ എന്ന് പറഞ്ഞാൽ അവൾ വീണ്ടും താഴേക്ക് പോകുന്നതും ആഷ് ഇഴഞ്ഞിഴഞ്ഞ് അവരുടെ അടുത്തേക്ക് വരുന്നു. അപ്പൊ അവള് വീണ്ടും എഴുന്നേറ്റിട്ട് അല്ല ഇപ്പോഴും കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. എന്തായാലും വെളിയിലേക്ക് നോക്കാന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആഷിനെ അവിടെ കാണാനില്ല. വേറെ ഒന്നുമല്ല, അവൾ ഇപ്പൊ ഈ ഒരു കാറിന്റെ ഡോറിനടുത്ത് എത്തി. അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്നില്ല. അതേസമയം ആഷാണെങ്കിലോ ഇഴഞ്ഞിഴഞ്ഞു ഒരു വിധത്തിൽ ഈ ഒരു ഡോറിന്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പോഴും നിലവിളിക്കുന്നുണ്ട്. ഇവർ കേൾക്കുന്നില്ല. അവസാനം അവള് കൈ എത്തി ആ ഒരു ഡോറിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഈ ഒരു സൈക്കോ പുറകിലൂടെ വന്ന് അവളെ വലിച്ചെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പൊ ഇത്രയും ദൂരം വന്നത് വെറുതെ ആയി. അതിനകത്തിരിക്കുന്ന 2 എണ്ണം ഇതൊന്നും കേട്ടില്ല. അവസാനം അവളെ വലിച്ച് അതിനകത്തേക്ക് കൊണ്ടുപോവാണ്. ഈ ഒരു മൂവി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു സീൻ കണ്ടിരുന്നല്ലോ, ഒരു ലേഡി ഇതുപോലെ കൊണ്ടുവന്നിട്ട് കുഴിച്ചു വെക്കുന്നത്. സത്യത്തില് ആ ഒരു സീനിലുണ്ടായിരുന്നത് ആഷാണ്. അവളെ ഇതുപോലെ കെട്ടിവെക്കുന്ന ആ ഒരു സീനാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ അവള് കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കാക്കകളെല്ലാം വന്നിട്ട് അവളെ കൊത്താൻ തുടങ്ങി. അതുമല്ലാതെ അവളുടെ തലയിൽ ആ ഒരു മാസ്ക് ഉണ്ടല്ലോ അതെടുത്തിങ്ങനെ മാറ്റിയിട്ട് അവൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ചോളപ്പാടത്തിന്റെ പല ഭാഗങ്ങളിലും ഇവളുടെ സുഹൃത്തുക്കളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേരെ ഇതുപോലെ കൊന്നുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കിടന്ന് എത്ര നിലവിളിച്ചിട്ടും ഒരു കാര്യമില്ല, മരണം തന്നെയാണ് എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.